ചേച്ചി എനിക്കിപ്പോൾ ഭയങ്കര മേലുവേദന. കാലുവേദന ഉണ്ടോ? കാലുവേദനയുണ്ട്. പിന്നെ ഇരുന്നിട്ട് ഇങ്ങനെ എണീക്കുമ്പോൾ നടുവിനൊരു പിടുത്തോ അങ്ങനെ ഉണ്ടോ? നന്നായിട്ടുണ്ട്. സ്റ്റെപ്പ് കയറുമ്പോൾ ഇങ്ങനെ കിടക്കുന്നേ. ചേച്ചിക്ക് ഇതെങ്ങനെ അറിയാം? എടാ വയസ്സായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ചേച്ചിയുടെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പോൾ ഭയങ്കര മേലുവേദനടാ. കുറേ ആയോടാ? കുറച്ച് തുടങ്ങിയിട്ട്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നത് കൊണ്ട് ഞാൻ വിചാരിക്കില്ല. എന്താടാ? നീ അറിയിക്കേണ്ടവരെയൊക്കെ ഒന്ന് അറിയിക്കുക. എന്നോട് പറഞ്ഞ എന്നോടും പറയാം. ചേച്ചി എനിക്ക് ഭയങ്കര ബോഡി പെയിനാ. എന്താടാ പറ്റിയേ? എന്നിട്ട് നീ പിന്നെ വെച്ചോണ്ടിരിക്കുന്ന പോയി ഡോക്ടറെ കാണിക്കണോ? ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ഇല്ലേ, അത് ഇതിനോട് അതും കൂടി ആകുമ്പോൾ ശരിയാവില്ല. അങ്ങനെയാണ് നിനക്ക് ഹോമിയോപ്പതി ഒന്ന് ട്രൈ ചെയ്തൂടെ? അവർ സാധാ ഡോക്ടേഴ്സിനെ പോലെ ആവും. എന്താ ഒരു ഡോക്ടേഴ്സ് അല്ലേ, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച് നീറ്റ് എൻട്രൻസ് എക്സാം ക്വാളിഫൈഡ് ആയി കേരളത്തിലാണെങ്കിൽ കീമിന് രജിസ്റ്റർ ചെയ്തിട്ടാണ് അവർ BHMS പഠിക്കാനായിട്ട് പോകുന്നത്. MBBS പഠിക്കുന്ന അനാട്ടമി, ഫിസിയോളജി, ബയോ കെമിസ്ട്രി, ഗൈനക്കോളജി, സർജറി ഇത്രയും ആരും പഠിക്കണം? ഹോമിയോപ്പതിക്കാരും പഠിക്കാനുണ്ട്. അതുകൂടാതെ ഹോമിയോപ്പതിക് മെഡിസിനും ഫിലോസഫിയും കൂടി അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഡോക്ടേഴ്സ് തന്നെയല്ലേ? അവരും ഈ പറഞ്ഞതുപോലെ 4.5 വർഷത്തെ കോഴ്സും കഴിഞ്ഞ് 1 വർഷത്തെ ഇന്റേൺഷിപ്പും ചെയ്യുന്നുണ്ട്. അവരും ഡോക്ടേഴ്സ് തന്നെയാണ്. 4.5 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പും കഴിഞ്ഞ് അവരുടെ സ്കിൽസും അതുപോലെ എക്സ്പീരിയൻസും വെച്ചിട്ടാണ് അവർ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നുകളാണ്.